ഹലോ ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് കൺമണിയുടെ 9th മന്ത് വാക്സിനേഷൻ ഡേ ആണ്. 3.5 മാസത്തിലാണ് ഇതിനു മുൻപ് വാക്സിനേഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നത്. എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. സാധാരണ 1.5 മാസത്തെയും 2.5 മാസത്തെയും 3.5 മാസത്തെയൊക്കെ ടൈമിൽ വാക്സിനേഷൻ്റെ ടൈമിൽ അവൾ കാറിപ്പൊളിച്ച് കരച്ചിൽ തന്നെയായിരുന്നു. ഇത്തവണ വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ പോണില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഹെൽത്ത് സെൻറ്റർ ഉള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ ഡോക്ടർ വരുന്ന ആ ടൈം നോക്കി ഇറങ്ങിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ആ കാണുന്നതാണ് വീട്. തൊട്ടടുത്തുള്ളതാണ് നമ്മുടെ ഹെൽത്ത് സെൻറ്റർ. MR ഫസ്റ്റ് ഡോസ്, IPV 3rd ഡോസ്, PCV ബൂസ്റ്റർ, വീറ്റ A ഫസ്റ്റ് ഡോസ് എന്നിവയൊക്കെയായിരുന്നു അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വിചാരിച്ച പോലെ തന്നെ കൺമണി നല്ല കരച്ചിലായിരുന്നു. പക്ഷേ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നമ്മുടെ വീടിനടുത്തുള്ള അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞുഞ്ഞു ചിറ്റയും ഏതു ചേച്ചിയും വിഷ്ണു ചേച്ചിയും അമ്മായിയും മുത്തച്ഛയും എല്ലാവരും ഇവളുടെ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഓടി വന്നു. അവളുടെ കയ്യിലിരിക്കുന്ന ആ മാജിക് പെൻ കണ്ടില്ലേ, അവളുടെ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും യദു വേഗം വീട്ടിൽ ചെന്നിട്ട് ഓടിപ്പോയി എടുത്തിട്ട് വന്നതാണത്. അപ്പോൾ കുറച്ച് നേരം കരച്ചിൽ മാറാൻ വേണ്ടിയിട്ട് അതെല്ലാം കയ്യിൽ കൊടുക്കേണ്ടി വന്നു. കുഞ്ഞുഞ്ഞു ചിറ്റയുടെ ID കാർഡാണ് അവളുടെ കഴുത്തിൽ തൂക്കിയിട്ടേക്കുന്നത്. വാക്സിൻ എടുത്തതിന് ശേഷം സാധാരണയായിട്ട് 1/2 മണിക്കൂർ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. കുട്ടികൾക്ക് എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അതിനുശേഷം പാരസെറ്റമോൾ സിറപ്പും തന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അങ്ങനെ ഈ 3 ഇഞ്ചക്ഷൻ എടുത്തത് കാരണം നല്ല വേദനയോടുള്ള കരച്ചിലുണ്ടായിരുന്നെങ്കിലും പക്ഷേ പല കാര്യങ്ങളുമൊക്കെ കാണിച്ച് വിഷയം മാറ്റിയിട്ട് കൺമണിയുടെ കരച്ചിൽ ഒരുവിധം മാറ്റിയതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ വീട്ടിലെത്തി കൺമണി പഴയ പോലെ ആക്റ്റീവായി. ഭക്ഷണം കഴിക്കാനും ബാക്കി എല്ലാ കാര്യങ്ങൾക്കൊക്കെ ചെറിയ വാശി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും വിചാരിച്ചത്രയും പ്രശ്നങ്ങളില്ലാതെ വാക്സിനേഷൻ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങളുമായിട്ട് ഇനിയും കാണാം വീഡിയോയിലൂടെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.